ഹായ്, ഞാൻ സബിൻ സലീം. വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നമ്മളിവിടെ ഒരു പോളോയും വെൻഡോയും ഉണ്ട്. അപ്പോൾ ഈ ഒരു പോളോയ്ക്കും വെൻഡോയ്ക്കും കോമൺ ആയിട്ട് വരുന്ന, ഇപ്പോൾ സാധാരണ സസ്പെൻഷൻ ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, അല്ലാതെ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോണത്. അപ്പം ഒരെണ്ണം പെട്രോൾ വണ്ടി, അതായത് TSI ആണ്, നമ്മളുടെ 1.2 TSI ടർബോ പെട്രോൾ എഞ്ചിനാണ് ഒരെണ്ണം വരുന്നത് വെച്ചാൽ GD എഞ്ചിൻ വരുന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഒരെണ്ണം വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ 1.5 വെൻഡോ ആണ് വരുന്നത്. അപ്പം 1.5 ഡീസൽ വെൻഡോ ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടിക്കും കോമൺ ആയിട്ട് വരുന്ന ഓയിൽ ലീക്കിൻ്റെ ഇഷ്യൂ ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. സംഭവിച്ചാൽ ഒരു അവയർനെസ് വീഡിയോ എന്നുള്ള രീതിയിൽ തന്നെ എടുത്തോ. കാര്യം വെച്ചാൽ ഈ രണ്ട് സാധനവും കോമൺ ആയിട്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു കേസിട്ടാണ് ഓയിൽ ലീക്ക്. രണ്ട് വണ്ടിയുടെയും ഓയിൽ ലീക്ക്. പോളോ ഡീസലിന് പൊതുവേ എല്ലാ വാഹനത്തിലും ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് വരുന്നൊരു ലീക്കാണ്. ഈ ഒരു ലീക്ക് ഇത്തിരി വള്ളിക്കെട്ടാണ്. അതേസമയം GTയിൽ വരുന്ന ലീക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ എക്സ്പെൻസീവ് ആണ് എന്നുണ്ടെങ്കിലും, മറ്റേത് എക്സ്പെൻസീവ് അല്ല എന്നുള്ളതിൻ്റെ അർത്ഥം ചെറിയ രീതിയിൽ എക്സ്പെൻസീവ് ആണ് എന്നുണ്ടെങ്കിലും വലിയ തലവേദനയില്ലാതെയൊക്കെ സെറ്റാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ GT പോളോയുടെ പ്രശ്നം എന്താണെന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ GT പോളോയുടെ എഞ്ചിൻ വരുന്നത് വെച്ചാൽ മറ്റ് ബ്രാൻഡുകളേക്കാൾ എന്തുകൊണ്ടും മികവുറ്റിട്ട ഒരു എഞ്ചിനാണ് GD എഞ്ചിൻ്റെ കൂട്ടത്തിൽ. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഓയിലിൻ്റെ 3 പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ലീക്ക് തന്നെയാണ്. 3 ഭാഗങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് ലീക്ക് കണ്ടുവരാറുണ്ട്. ഒന്നാമത്തെ ഭാഗം കാണിച്ചു തരാം. ഒന്നാമത്തെ സാധനം ഈ കാണുന്ന ഐറ്റമാണ്. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ കൂളറാണ്. ഇപ്പം പലരും വിചാരിക്കും ഓയിൽ കൂളറോ, നമ്മൾ ഡീസൽ വണ്ടിയിൽ എന്തോരം ഓയിൽ കൂളർ മാറിയേക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇതിന് ഓയിൽ കൂളറിലല്ല പ്രശ്നം. സംഭവം ഓയിൽ കൂളറുമായി ബന്ധപ്പെട്ട സാധനമാണ്, ഓയിൽ കൂളറിൻ്റെ വളരെ വേണ്ടപ്പെട്ട സാധനമാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഓയിലും കൂളറും മിക്സ് ആവുന്ന കേസ് കേട്ടോ, മറ്റേ ഡാമേജ് ആയിട്ട് ലീക്ക് ആവുന്ന അങ്ങനത്തെ കേസ് കേട്ടോ അല്ല. ഇതിൽ മിക്കവാറും ഓയിൽ കൂളർ മാറേണ്ട സാഹചര്യം വരാറില്ല. മിക്കവാറും എന്ന് പറയാനുള്ള കാര്യം വെച്ചാൽ ചില സാഹചര്യങ്ങൾ മാത്രം ഓയിൽ കൂളറിന് ഡാമേജ് വരും. കാര്യം വെച്ചാൽ ലീക്കൊക്കെ വെച്ച് കൂടി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പണി കിട്ടും, അങ്ങനെ മാറേണ്ടി വരും എന്നുള്ളതാണ്. പൊതുവേ TSIക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഓയിൽ കൂളറിൽ നിന്ന് ലീക്കാവുന്നത്. അത് എവിടെ നിന്നെന്നുള്ളത് കാണിച്ചു തരാം. ഈ ഓയിൽ കൂളറിൽ സാധാരണ ഓയിൽ കൂളർ ഇപ്പം ഓയിലും കൂളറിന് മിക്സ് ആവുകയാണെങ്കിൽ എൻ്റർലി ഫുൾ ഐറ്റവും മാറേണ്ടി വരത്തില്ല. ഈ ഒരു കൂളിംഗ് എലമെൻറ്റ് മാത്രം മാറ്റിയാൽ മതി. ഈ ഒരു എലമെൻറ്റ് മാത്രമായിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഓയിൽ ലീക്ക് വരുന്നത് വെച്ചാൽ കൂടുതലും ഈ കാണുന്ന ഈ ഒരു ഓറിംഗ് യൂണിറ്റ് ഉണ്ടോ, ഈ ഒരു യൂണിറ്റ് ഡാമേജ് ആയിട്ടായിരിക്കും കൂടുതലും. 99.9% ഈ ഒരു TSI വാഹനങ്ങളിൽ, അല്ലെങ്കിൽ TSI എഞ്ചിനിൽ ഓയിൽ ലീക്കും കാര്യങ്ങളും വരുന്നത്. അത് കണക്ക് വാട്ടർ ലീക്ക് വരും. വാട്ടർ ലീക്ക് എവിടെയെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ റബ്ബർ കണക്കുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയാൻ വയ്യ. ഇത് കണക്കൊരു റബ്ബർ കണക്കുണ്ട്. ഈ ഒരു റബ്ബർ ഇവിടെ വരുന്ന ഹോളിൻ്റെ അകത്തോട്ട് ഉള്ളിലോട്ട് വരികയാണ് ചെയ്യുന്നത്. ഈ കാണാൻ ഞാൻ വിരൽ വെച്ചിരിക്കുന്ന ഹോൾ കണ്ടോ, ഇവിടെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റബ്ബറിനൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ ഡാമേജ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ ഒരു ഭാഗത്ത് നിന്ന് കൂളൻ ലീക്കും കാര്യങ്ങളൊക്കെ കാണിക്കും. നമ്മൾ ഈ ഒരു ഓറിങ് പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ പക്ക സാധനമാണ്. നമുക്ക് ഇതുവരെയും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല സാധനമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു അസംബ്ലിയുടെ ബോഡിയും ഓയിൽ കൂളറിൻ്റെയും ഇടയിൽ വരുന്ന ഓറിങ് കൂടെ. ഈ ഒരു ഓറിങ് കംപ്ലൈൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഈ ഒരു ഓയിൽ കൂളർ വരുന്നത്. ഈ ഒരു ഓയിൽ കൂളറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് ധാരധാരയായി താഴേക്ക് നല്ല ഭീകരമായ രീതിയിൽ ഓയിൽ ലീക്ക് വരും. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ തറയിൽ തളം കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ ലീക്ക് വരും. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റർ, നമ്മളെ നാടൻ ഭാഷയിൽ ഡൈനാമോ എന്ന് പറയും, ഈ ഒരു സാധനത്തിൻ്റെ മറവ് കാരണം പെട്ടെന്ന് കണ്ടു കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഐറ്റത്തിൻ്റെ കംപ്ലൈൻറ്റ്. ഇപ്പം പ്രത്യേകിച്ച് ഓർത്ത് വെക്കുക, TSI എഞ്ചിനുള്ളവർ ഈ ഒരു ഓറിങ് കിറ്റ് ചുമ്മാ ഒന്ന് വാങ്ങിച്ച് കൈവച്ചോ. ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് ഉപയോഗപ്പെടും. അപ്പം ഈ ഒരു ഓറിങ് കിറ്റ് നമ്മൾ പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൽ വരുന്ന ഓറിങ് കിറ്റ് വരുന്നത്. ഈ ഒരു ഓറിങ് കിറ്റ്, ഈ കാണുന്ന ഓറിങ് കിറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ്, ഈ കൂളറിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഈ ഒരു ഓറിങ് വരുന്നത്. ഈ ഒരു ഓറിങ് മാറാനായിട്ട് ഇത്തിരി എളുപ്പമാണ്, കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വേണമെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഒരു കൂളറിൻ്റെ ഈ ഒരു ഓറിങ് സെറ്റ് നമുക്ക് മാറാൻ പറ്റും. അതേസമയം ഈ ഒരു ഓറിങ് സെറ്റ് കണ്ടാ, ഈ ഒരു ഓറിങ് സെറ്റ്, ഇതിൽ വരുന്ന ഈ ഒരു ഓറിങ് സെറ്റ് അങ്ങനെ മാറാൻ കഴിയത്തില്ല. എല്ലാ സാധനവും വലിച്ചിളക്കിയാൽ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇതെല്ലാം വെച്ച് ഫിറ്റ് ചെയ്തിട്ട് എന്തായാലും അനാബോണ്ട് ലൈറ്റായിട്ടിട്ടായിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് ചൂടായി നടത്തും ചെറിയ ഷേപ്പോട്ടൊക്കെയുള്ള സാധനമായിരിക്കും. ഓറിങ് ഒക്കെ പുതിയതാണ്, സംഭവമെല്ലാം ശരി തന്നെ. പക്ഷേ വെച്ചാലും നമ്മളൊരു ധൈര്യത്തിന് ചെറിയ രീതിയിൽ ഇതിൻ്റെ ബോണ്ടും കാര്യങ്ങളും ഇട്ടിട്ടായിരിക്കും നമ്മൾ വെച്ച് സെറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പം കണ്ട കണക്ക് ഈ ഒരു ഓയിൽ കൂളറിൻ്റെ ആ ഒരു ഓറിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ലീക്ക് ആവാറുണ്ട്. നമുക്കിതിപ്പോൾ 3ാമത്തെ വണ്ടിയാണ് ഇങ്ങനെ ലീക്കായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു കിറ്റിൻ്റെ വിലയെന്ന് വെച്ചാൽ ഏകദേശം ഒരു 1300 അല്ലെങ്കിൽ 1400 രൂപയുടെ അകത്താണ് വരുന്നത്. അതായത് ആ 2 ഓറിങ് മാത്രമായിട്ട്
രണ്ട് ഓറിംഗ് കിറ്റും നമ്മൾ മാറും. കാരണം എന്ന് വെച്ചാൽ വെറുതെ റിസ്ക് എടുക്കണ്ട എന്നുള്ളൊരു ധാരണയിലാണ് നമ്മളത് മാറുന്നത്. ഇനിയിപ്പം ലീക്ക് വരുന്ന മറ്റൊരു ഭാഗം, ആ ഒരു ഭാഗം ഇളക്കി നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഇതിൽ വരുന്നത് ടൈമിംഗ് ചെയിൻ ആണ് വരുന്നത്. ടൈമിങ്ങിന് ഡ്രൈവ് വരുന്നത് ടൈമിംഗ് ചെയിൻ ആണ്. അപ്പോൾ ഈ ഒരു ടൈമിംഗ് ചെയിൻ്റെ കവർ ഉണ്ടോ, ഇതൊരു പ്ലാസ്റ്റിക് ഫൈബർ ടൈപ്പ് ഒരു കവറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ ലീക്ക് വരും. ഈ ഒരു സൈഡിൽ നിന്ന് ഇത്തരം ഭാഗങ്ങളുടെ സൈഡിൽ നിന്നൊക്കെ ലീക്ക് വരും. ഇത്തരം ലീക്ക് വരാതിരിക്കാനായിട്ട് ഇത് ഇളക്കി, അതായത് ലീക്ക് കണ്ടു തുടങ്ങുമ്പോൾ ഇളക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇളക്കിയിട്ട് ബോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിവിടെ ബോണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അപ്പം ഇത്തരം ഭാഗങ്ങളിൽ എന്തെങ്കിലും ലീക്ക് കണ്ടാൽ കൃത്യമായിട്ട് ഇളക്കി ബോണ്ട് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുന്ന ഓയിൽ ലീക്കുകൾ, ഈ ഓയിൽ ലീക്കുകൾ എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന് സാരമായി ബാധിക്കുക എന്ന് വെച്ചാൽ, കുറേ നാൾ കഴിഞ്ഞിട്ട് ഓയിൽ കുറഞ്ഞ് എഞ്ചിൻ പിടിക്കും എന്നുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിൽ ഓയിൽ ലീക്ക് സാരമായിട്ട് ബാധിക്കുന്നത് വെച്ചാൽ നേരെ വന്ന് ഇറങ്ങുന്നത് ഇതിൻ്റെ ആക്സസറി ബെൽറ്റിൻ്റെ ഭാഗത്തോട്ടും അത് കണക്ക് ഓൾട്ടർനേറ്ററിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആയിരിക്കും. ഓൾട്ടർനേറ്റർ ഡാമേജ് ആവുക, ആക്സസറി ബെൽറ്റൊക്കെ പൊട്ടിയിട്ട് വല്ലയിടത്തും കയറി ചുറ്റി എന്തെങ്കിലും പണികൾ തരിക, എന്തെങ്കിലും കറങ്ങിക്കൊണ്ടിരുന്ന ഭാഗങ്ങൾ ടപ്പൊന്നും പറഞ്ഞ് പിടിച്ചു നിർത്താൻ നേരത്തെ എന്തെങ്കിലും ഭാഗങ്ങൾ പൊട്ടിപ്പറഞ്ഞു പോവുക, അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മളെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇത്തരം എഞ്ചിനുകൾക്ക് ഇറങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ ഈ ഒരു ഓയിൽ കൂളറിൻ്റെ ഓറിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ ആ ഒരു ടൈമിംഗ് കവറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു പാക്കിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് അത് ഇളക്കി ബോണ്ട് ചെയ്ത് വെച്ചാൽ മതി. അത് കണക്ക് വരുന്ന മറ്റൊരു ഭാഗമാണ് ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ക്രാങ്ക് കേസ് നിലവിൽ ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് കേസ് പൊതുവേ ഈ ഒരു സീലൻറ്റും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയി വരുമ്പോഴത്തേക്ക് ലീക്ക് കാണിക്കാറുണ്ട്. അത് ഇളക്കി ഇത് കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ ഈ ഒരു വണ്ടിയിൽ ഈ രണ്ട് സ്ഥലത്തൊന്നും ലീക്ക് ഉണ്ടായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് ഇളക്കി ആ രണ്ട് ലീക്കും അറസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇനിയും കുറച്ച് ചില്ലറ പണികളും കാര്യങ്ങളുണ്ട്. അതിൻ്റെ സ്പാർക്ക് പ്ലഗും കാര്യങ്ങളൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. GD8 TSI എഞ്ചിനാണ്. ശരിക്കും പറഞ്ഞാൽ ബെലിനോ RSൻ്റെ അത്ര എമൗണ്ട് അതിൻ്റെ സ്പാർക്ക് പ്ലഗിന് ഇല്ല എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, GD8 TSI എഞ്ചിനിൽ ഏറ്റവും, അതായത് GD എഞ്ചിനിൽ ഏറ്റവും നല്ല സാധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പോളോടെയാണ്. അടുത്തത് വെൻഡോ ആയാലും പോളോ ആയാലും സ്ഥിരമായിട്ട് വരുന്ന ഒരു വിഷയമാണ് ഓയിൽ ലീക്ക്. എവിടെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന വാൾഡോറിൽ നിന്നാണ് ഇതിൻ്റെ ഓയിൽ ലീക്ക് വരുന്നത്. ഈ ഒരു വാൾഡോറിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ വാൾഡോറിൻ്റെ ഉള്ളിലായിട്ട് ഇപ്പം ഞാൻ ഇതെല്ലാം ഇളക്കി വെച്ചേക്കാണ് കേട്ടോ. ഈ ഒരു ഐറ്റവും കാര്യങ്ങളൊക്കെ ഇളക്കി വെച്ചേക്കാണ്. വാൾഡോറിൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ലീക്ക് വന്നിട്ട് താഴോട്ട് നല്ല രീതിയിൽ ഒലിച്ചിറങ്ങും. അതല്ലാതെയും മറ്റ് പല ഭാഗത്തുനിന്നും ലീക്ക് വരാറുണ്ട്. ഇപ്പം ഓയിൽ കൂളറിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഓയിൽ കൂളറൊക്കെ ഡാമേജ് ആയിട്ട് ലീക്ക് വരാം. അത് കണക്ക് തന്നെ മറ്റ് പല ഭാഗത്തു നിന്നൊക്കെ ഓയിൽ സീലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലീക്ക് വരാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളൊരു 100 വണ്ടി നോക്കുകയാണെങ്കിൽ അതൊരു 70 വണ്ടിയിലും ഓയിൽ ലീക്ക് വരുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നതോ അല്ലെങ്കിൽ ഓയിൽ ലീക്ക് കാര്യമായിട്ട് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഭാഗം എന്ന് വെച്ചാൽ ഈ കാണുന്ന വാൾഡോറാണ്. അതായത് ടാപ്പ് ഡോറാണ് ഈ ഒരു ലീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഈ ഒരു വാൾഡോർ ഇളക്കണോക്കി വരുന്ന ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഹോൾ കണ്ട ഇവിടെ വരുന്നതെല്ലാം ഇഞ്ചക്ടേഴ്സാണ്. ഈ ഇഞ്ചക്ടർ എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ഹെഡിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് വരുന്നത്. ജാമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പാക്റ്റ് കൊടുത്തോ അതല്ലെങ്കിൽ നമ്മളെ ടൂളിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ തിക്കി പിടിച്ചൊക്കെ ഇളക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒരു ഇഞ്ചക്ടറിന് ചിലപ്പം സർവീസ് മുതൽ റീപ്ലേസ് വരെ ആവശ്യം വേണ്ടി വന്നു എന്ന് വരും. കാര്യം വെച്ചാൽ നമ്മളിപ്പം വാൾഡോർ ഇളക്കുന്ന സമയത്ത് ഇഞ്ചക്ട് ഇളക്കാതെ ഒരു കാരണവശാലും വാൾഡോർ ഊരിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഇഞ്ചക്ടർ ഊരിയെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള റിസ്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കാതെ നമുക്കിത് ഇളക്കാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ കഷ്ടകാലത്തിന് ഇളക്കി തിരിച്ചിട്ട് കഴിയുമ്പോൾ വല്ല ഇഞ്ചക്ടറും പ്രശ്നം കാണിച്ചാൽ ഒരു ഇഞ്ചക്ടറിന് ചിലപ്പം 1000 രൂപ മുതൽ 15,000 രൂപ 17,000 രൂപ വരെ ചിലവെന്ന് വരാം. ഒരു പക്ഷേ റീപ്ലേസ് ചെയ്യേണ്ട കണ്ടീഷൻ വരെ വന്നെന്ന് വരാം. ഇതിപ്പം കസ്റ്റമർ കോൺഫിഡൻ്റ് ആയിരുന്നു, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇളക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഇളക്കി, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇഞ്ചക്ടർ 4 ഇളകി വന്നിട്ടുണ്ട്. ഈ ഇഞ്ചക്ടറും വലിയൊരു വിഷയക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ. ഇതാണ് നമ്മളുടെ വെൻഡോ 1.5ൻ്റെ വാൾഡോർ വരുന്നത്. 4 സിലിണ്ടറാണ്, 4 സിലിണ്ടറാണ്. ഇതിൻ്റെ അകത്തൂടെയാണ് ഇഞ്ചക്ടേഴ്സ് വരുന്നത്. 1, 2, 3, 4 ഇതിൻ്റെ അകത്തൂടെയാണ് ഇഞ്ചക്ടേഴ്സ് വരുന്നത്. ഇതും ഒരു ഓയിൽ സീല് പോലത്തെ ഒരു ഐറ്റമാണ്. അതായത് ഇഞ്ചക്ടറിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന സീലൻ്റാണ്. ഈ ഒരു സാധനത്തിൻ്റെ ഇടയിൽ കൂടെയും ഓയിൽ ലീക്ക് വരും എന്നുള്ളതാണ് തിരിച്ചു പിടിച്ചവനെന്ന്. ഇതാണ് ഇതിൻ്റെ വാൾഡോർ എന്ന് പറഞ്ഞാൽ. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചൂടായി തണുത്തിരിക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ചിലതൊക്കെ എന്ന് വെച്ചാൽ ഇളക്കിയാൽ തിരിച്ച് എത്ര മുറിക്കാലും എന്ത് ചെയ്താലും നല്ല രീതിയിൽ ലീക്ക് കാണിച്ചു എന്ന് വരാം. അതായത് ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ഭാഗം ഈ വരുന്ന ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ പൊളച്ചിലും കാര്യങ്ങളൊക്കെ വന്നിട്ട്, അതായത് ഇറഗുലർ ആയിട്ടുള്ള ഫേസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ എത്ര കൂടിയതോ കുറഞ്ഞതോ അല്ലെങ്കിൽ ഒറിജിനലോ എന്തോ ആയിക്കോട്ടെ ഇതിൻ്റെ വാൾഡോർ പാക്കിങ്ങും അത് കണക്ക് തന്നെ ഇവിടെ വരുന്ന സീലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ലീക്ക് നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഒരു കാര്യം ഉറപ്പിച്ചിട്ട് മാത്രം ഇത് ഇളക്കുക. ഇത് ഇളക്കുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ ബെൻഡോ കാര്യങ്ങളോ കാണപ്പെടുകയാണെങ്കിൽ, ഇതിന് ചെറിയൊരു ബെൻഡ് ഉണ്ട്, എന്തായാലും നമ്മൾ ഇട്ട് നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബെൻഡോ കാര്യങ്ങളോ കാണപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് മാറാം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി വേണം ഈ ഒരു ഐറ്റം ഇളക്കിയെടുക്കാനായിട്ട്. നിങ്ങളെ വണ്ടിയിൽ വരുന്ന മെയിൻ്റനൻസ്, അതായത് നിങ്ങൾ ഫോക്സ് വാഗൺ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ
നിങ്ങൾ നിർബന്ധമായും നിങ്ങളെ വണ്ടിയിൽ വരുന്ന മെയിൻ്റനൻസ് കൃത്യമായിട്ട് കറക്റ്റിന് ചെയ്യുക. ലീക്കോ കാര്യങ്ങളോ കണ്ടാൽ കൈയോടെ അത് റെഡിയാക്കുക. കാര്യം വെച്ചാൽ ചെറിയ ലീക്കുകൾ പിന്നീട് ഇരുന്നിട്ട് വലിയ പ്രശ്നങ്ങളിലോട്ട് പോകും. അപ്പം ഈ ഒരു GT പോളോ TSIയുടെ ആ ഒരു ലീക്കിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ വെൻഡോയുടെ ലീക്കിൻ്റെ പ്രശ്നവും നിങ്ങളുടെ വണ്ടിയിലൊക്കെ ഇത്തരത്തിലുള്ള ലീക്ക് ഉണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ലീക്ക് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.